അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ പറയുക, കോളിഫ്ലവർ. വീണ്ടും നമ്മൾ കോളിഫ്ലവറായിട്ട് വന്നിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. അതായത് ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും എല്ലാം സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി. ഇൻഡോ ചൈനീസ് ഡിഷാണ് അല്ലേ? അപ്പോൾ നമ്മൾ കുറേ ഇന്ത്യൻ സ്റ്റൈലും ചൈനീസ് സ്റ്റൈലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു എത്ര പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം, അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ എല്ലാം നല്ല റെഡിയാക്കി ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്ര വലിപ്പമാകാണ്ട്, ഇത് കൂടുതൽ വലിപ്പമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ആകം ഉള്ളൊന്നും ശരിക്കും വേഗത്തില്ല. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ ഇതിൻ്റെ ചിലപ്പോൾ പുഴുക്കളൊക്കെ കാണത്തില്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതും കൂടി ഇതിൻ്റെ ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്തിന് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള കൂട്ടുകളൊക്കെ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ചേർക്കാനുള്ള പൊടികളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മൈദയാണ്, 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പോളം കോൺഫ്ലോറും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടുന്നത്. അപ്പോൾ ആ കോളിഫ്ലവർ ഇതിൻ്റെ അകത്തോട്ടിട്ട് നമ്മൾ ഇപ്പോൾ വെള്ളമൊന്നും ആദ്യം ചേർക്കുന്നില്ല. ആദ്യമേ ജസ്റ്റ് ഇതൊന്ന് എല്ലാം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മളിനി വെള്ളം ഒഴിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ആദ്യം എല്ലാം ഒന്ന് പുരട്ടി വെക്കാം. അപ്പം നമ്മൾ ഇളക്കാനുള്ള സൗകര്യത്തിനെ നമ്മൾ ആ ബൗളൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ കൽച്ചട്ടിയിലേക്ക് തന്നെ നമ്മൾ വന്നു. അതായിരിക്കും നമ്മുടെ കാര്യത്തിൽ തന്നെ. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ കോളിഫ്ലവറിലും ഇത് പൗഡർ കോട്ടായിട്ടുണ്ട്. പൗഡറല്ല, മോത്തിടുന്ന പൗഡറല്ല, നമ്മുടെ ഇതായിട്ട്. അപ്പോൾ ഇനിയും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആണ് നമ്മളിതിന്ന് ഇതിലോട്ട് ആക്കിയെടുക്കുന്നത്. അല്ല, നമ്മൾ മുഴുവൻ കൂടെ വെള്ളത്തിൽ നമ്മൾ കലക്കുന്നില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല കോട്ടിങ് ആയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ, കൂടുതലും ഇല്ല കുറവുമില്ല, ആ ഒരു രീതിയിൽ. എന്നാൽ വെള്ളം ഒത്തിരി കൂടിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മളൊരു 5 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്തിന് നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള ബാക്കി സോസുകളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചീനച്ചട്ടിയിൽ ഒഴിച്ച എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത്രയും നേരം നമ്മൾ മാവിൽ മുക്കി വെച്ചിരുന്ന ഓരോരോ ഫ്ലവർ പീസ് എടുത്ത് ഇതിൻ്റെ അകത്തിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഓരോന്നായിട്ട് ഇടണം. മാത്രമല്ല ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൂടി ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ കുറേശ്ശെ എണ്ണ ഇട്ടാൽ മതി. ഇതിപ്പോൾ നമുക്കൊരു 2 ബാച്ചായിട്ട് 2 പ്രാവശ്യമായിട്ടൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാമേ. അപ്പോൾ ആദ്യം ഇടുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ചൂട് എണ്ണയിലോട്ട് വേണം ഇടാനായിട്ട്. അതിനുശേഷം ഇതൊന്ന് എണ്ണയുടെ ഇതൊന്ന് തീയൊന്ന് സിമ്മാക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. നമുക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് ഇടാം. അപ്പം നമ്മൾ അടുപ്പയിൽ ഇടുന്ന സമയത്ത് ഇത് കൂട്ടിമുട്ടുവാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് വിടിയിപ്പിച്ച് വിടണം. എന്നിട്ട് വേണം നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരാനായിട്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ബാച്ചാണ്, അതുകൊണ്ട് നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാണ്. ആദ്യമേ തന്നെ നമ്മൾ ടൊമാറ്റോ സോസാണ്, നമ്മൾ ഹോം മെയ്ഡ് ടൊമാറ്റോ സോസാണ്. അപ്പോൾ അതെടുത്തു നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ എസൻസ് എടുക്കുകയാണ്. ഇത് നമ്മുടെ എസൻസും കൂടെ എടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. സോയാ സോസ്, അപ്പം സോയാ സോസും രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഏകദേശം ഈ കളറിൽ വന്ന് ഇതിൻ്റെ കൂടെ നമുക്കിനിയും ഇതിന് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വേണമല്ലോ. അപ്പോൾ അതിനുള്ള വെള്ളം കൂടെ നമ്മൾ ഒഴിക്കുകയാണ്. അത് രണ്ടും കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഇത്ര സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി അടുത്ത് മാറ്റി വെക്കുകയാണ്. ഇനി കുക്കിങ്ങിൻ്റെ സമയത്താണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ പരിപാടികൾ അതല്ലേ എല്ലാം ചേർക്കാനായിട്ടുള്ള പോവുക. അപ്പം നമ്മൾ നന്നായിട്ട് സ്റ്റവ് ഒന്ന് വെച്ച് അപ്പം നമ്മളിന്ന് ചട്ടിയിലാണ് ചെയ്യുന്നത്. അതെ, എല്ലാ നമ്മളിന്നൊരു ഇന്ത്യൻ സ്റ്റൈലില് കേരള സ്റ്റൈലിൽ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ നമ്മൾ ചേർക്കാനുള്ള സാധനങ്ങളൂടെ കാണിക്കാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്,
വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഉള്ളിയാണ്. ഉള്ളി എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഇതില്ലേ, എന്താ പറയാ, കാന്താഭാജിക്ക് എന്താ മലയാളത്തിൽ പറയാ? സ്പ്രിംഗ് ഓണിയൻ. സ്പ്രിംഗ് ഓണിയൻ. അതിന്റെ ബൾബ്, ഉള്ളി, അതിന്റെ ഉള്ളിയാണ് ഈ ഇത് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മുടെ നല്ല ചുമന്ന മുളകാണ്, പച്ചമുളക് തന്നെയാണ്. അതിന്റെ ചുമന്ന ഇതിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇനി ആദ്യം തന്നെ ചേർക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിന് ശേഷം അതെ, നമ്മളിപ്പോ കുക്ക് ചെയ്ത എണ്ണ തന്നെ ഉപയോഗിച്ചാലും മതി. നമുക്ക് വേറെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ആ എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എണ്ണ ഒഴിച്ച് ഇതിനൊക്കെ തന്നെ നമ്മൾ ഇതിനുള്ള ഇഞ്ചി ഇടണം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിക്കരുത്. ചൈനീസ് ഫുഡ് എന്ത് തയ്യാറാക്കുകയാണെങ്കിലും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഒരു മണമോ ഇതൊന്നും ഇല്ലാത്ത നോൺ ഫ്ലേവറബിൾ ആയിട്ടുള്ള എണ്ണകളാണ് മാത്രമേ നമ്മൾ ചൈനീസ് ഫുഡിന് യൂസ് ചെയ്യാവുള്ളൂ. അപ്പൊ നമുക്കിനി ഇതിനകത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ. അപ്പൊ നല്ല അത്യാവശ്യം നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇളക്കിയതിന് ശേഷം വേണം നമുക്കിനി വെളുത്തുള്ളി ഇടാനായിട്ട്. അപ്പൊ ഇതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. ഇതൊരു 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയാണ്. 1 ഇഞ്ച് അത്ര വലുപ്പത്തിലുള്ള ഇഞ്ചി മാത്രമേ. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ ചൈനീസ് ഫുഡ് തയ്യാറാക്കാനായിട്ട്. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പൊ അത് കാരണം തന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തു തുടങ്ങാൻ. നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നമ്മൾ തയ്യാറാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പണിയെല്ലാം പാടും. അപ്പൊ നമ്മളിത് നമ്മൾ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പെട്ടെന്ന് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പൊ വെളുത്തുള്ളി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 5 കഷ്ണം വെളുത്തുള്ളിയാണ്. അത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ കാന്താഭാജിക്ക് നമ്മള് കാന്താഭാജി എപ്പോഴും പറയുന്നത്. അത് അതിന്റെ ബൾബ്. ഇപ്പൊ ഇതെടുക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ ഉള്ളി എടുക്കുന്നില്ല, സവോള എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് തന്നെ നല്ല ഉള്ളിയുടെ ഏറ്റവും നല്ല ഫ്ലേവർ നമുക്ക് കിട്ടാനും പറ്റുന്നതാണ്. അപ്പൊ അത് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിരിക്കുകയാണ്. അതെ, നിർത്താതെ ഇളകി കൊടുക്കണം. പക്ഷെ ഒത്തിരി അങ്ങ് ഗോൾഡൻ ബ്രൗൺ ആകുകയും ചെയ്യണം. അപ്പൊ ഇതിന് രണ്ടിനെ ഇവിടെ മീഡിയം ലെവലിൽ വേണം നമുക്കിതൊന്ന് ആക്കിയെടുക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ചോപ്പ് ചെയ്ത നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള മുളക്, അത് പച്ചമുളകാണ്. അപ്പൊ അത് നമ്മുടെ കയ്യിലിരുന്ന് നമ്മള് പഴുത്ത് എടുത്തിട്ടുണ്ട്, നല്ല കളറാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാം. ഈ മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് 2 മുളക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളും അതിനകത്ത് ചേർക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന സോസിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കണം. അതിന് മുന്നായിട്ട് വേറൊരു സാധനം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ ക്യാപ്സിക്കം. ചെറിയ കഷ്ണങ്ങളാക്കിയ ക്യാപ്സിക്കം ഉണ്ട്. അപ്പൊ ഈ ക്യാപ്സിക്കം നമ്മള് ഏറ്റവും അവസാനം, കാരണം അതൊക്കെ വെന്ത് പോകാൻ, അത് നമുക്ക് ഇന്നത് കടിക്കാൻ അത് ക്രഞ്ചി ഫീല് അല്ലെ, നമ്മുടെ എല്ലാത്തിലും അതൊരു ക്രഞ്ചി ഫീൽ ആണ്. അതിന് വേണ്ടിട്ട് അത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ സോസുകളുടെ വെള്ളമാണ്. അതെ, ആ സോസാണ് നമ്മളിനി എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഒഴിക്കുന്ന സൂക്ഷിച്ചാണ്, കാരണം നമ്മൾ എണ്ണ തിളച്ചോണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി മാറി എന്നിട്ട് ഒഴിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പം അതിനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒത്തിരി അങ്ങ് തിളയ്ക്കണ്ട, കാരണം സോസുകളൊക്കെ ആയതുകൊണ്ട് അധികം തിളയ്ക്കേണ്ട കാര്യമില്ല. എല്ലാം പോലും ലെവലാക്കി എടുക്കണം. അതെ, അപ്പൊ അതിന് ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ നമ്മൾ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കളറും നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരു നല്ല റെഡ് കളറൊക്കെ കിട്ടാൻ വേണ്ടി ഒരു നല്ല കളറൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അജിനാമോട്ടോ ഒക്കെ ചേർക്കാറുണ്ട്. നമ്മളിതൊന്നും ഇല്ല, നമ്മള് നാടൻ
രീതിയിൽ പക്ക നാടൻ രീതിയിൽ നമ്മൾ ആകെ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം കടയിൽ നിന്ന് മേടിച്ചത് സോസ് മാത്രം. സോസ് നമ്മുടെ നമ്മളുടെ സ്വന്തമാണ്, സ്വന്തം സാധനമാണ്, നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയ സാധനമാണ്. ഇത് നല്ല ചൂടായിട്ടുണ്ട് നമ്മുടെ സോസുകളെല്ലാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ. അപ്പൊ നമുക്ക് കോളിഫ്ലവർ ഇട്ടാൽ പോലും നമ്മുടെ ഈ ഒരു റെസിപ്പി ഇപ്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഒത്തിരി നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും തിക്കാക്കുക മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒത്തിരി അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സംഭവം ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കളർ, അതായത് ഇവിടെ നമ്മൾ എപ്പോഴും ഷിംല മിർച്ചി എന്ന് പറഞ്ഞു ഇത് നമ്മുടെ ക്യാപ്സിക്കം നമ്മള് ചേർക്കണം. ക്യാപ്സിക്കം ചേർത്ത് ഇനി നമ്മൾ അധികം നേരം കുക്കിംഗ് പരിപാടിയില്ല. അതിന്റെ കൂട്ടത്തില് നമ്മൾ വേറൊരു കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ആദ്യം നമ്മൾ ചേർത്ത് വെച്ചിരുന്ന എന്താണ് നമ്മുടെ ഇച്ചിരി കട്ടി ആക്കി അല്ലേ, നമ്മൾ ഇച്ചിരി നേരം എടുത്ത് വെച്ചിട്ട് അപ്പോഴത്തേനും ഇത് കട്ടി ആക്കി. അത് നമ്മുടെ സയൻസ് എക്സ്പെരിമെന്റുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് അറിയാം, നമ്മൾ വെള്ളവും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനൊക്കെ അവർക്കൊരു കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതാണ് നമ്മുടെ ഇത്. അപ്പൊ ഈ കോൺഫ്ലവർ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ ഈ റെസിപ്പിക്ക് ഒരു വ്യത്യാസം വരും. അതാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. അതെ, കുറേശ്ശെ ഒഴിച്ച് ഇളക്കുക, അത് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇത് നമ്മൾ ഒഴിച്ച് നേരം കഴിയുമ്പോഴത്തേക്കിന് നമ്മൾക്ക് ഇത് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ചൈനീസ് റെസിപ്പികൾ ചെയ്യുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. കാര്യം അതാണ് അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അത് തന്നെ. ഇതിപ്പോ നമ്മള് ഈ ഒരു കോൺഫ്ലോർ ഒഴിച്ചപ്പോ തന്നെ അത്യാവശ്യം തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് ഇരിക്കുമ്പോ കുറച്ചും കൂടെ തിക്കാവും. അതെ, ഇപ്പൊ ഇത് തിളയ്ക്കുന്ന അനുസരിച്ചിട്ട് ഗ്രേവി തിക്കായി കാണാം, നമുക്ക് തിക്കാവുന്നുണ്ട് ഗ്രേവി. അപ്പൊ നമ്മളിതിന് ഇതിൻ്റെ അകത്ത് ഇനി ഒരു കാര്യം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റാവും. അതിന്റെ പേര് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ. അതെ, ഉള്ളിയുടെ ഇലയാണ്. അതെ, അപ്പൊ അത് നമ്മൾ ചേർക്കാൻ പോകണം. അപ്പൊ ഇത് നമ്മളിപ്പോ മുഴുവൻ ചേർക്കുന്നില്ല, കാരണം ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ കൂടി ആവശ്യമുണ്ട്. നമ്മളിപ്പോ ഏകദേശം ഒരു 1.5 കപ്പോളം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പകുതി മാത്രം നമ്മളിപ്പോ ചേർത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ സംഭവം സെറ്റ് ആയി, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിനു ശേഷം നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്കിത് ചപ്പാത്തിയാണോ പൊറോട്ടയാണോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അതായത് ഫ്രൈഡ് റൈസ് വേണോ, ജീര റൈസ് വേണോ, ഏത് റൈസിൻ്റെ കൂടെ നമുക്കിതൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി സാധനമാണ്. അപ്പം നമ്മുടെ സംഭവം നല്ല അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ആവി പറക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നല്ല ചൂടാണ്. അപ്പൊ ചൂട് മാറാനായിട്ട് നമ്മുടെ ഏറ്റവും എളുപ്പ ഒരു പരിപാടിയുണ്ട്, ഒന്ന് ഊതുക. അത് പക്ഷേ ചൂടോടെ തന്നെ കഴിക്കണം, എന്നാലാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് കൊള്ളാം. പിന്നെ ഞാനൊരു ചെറിയ പീസ് എടുത്ത് നോക്കാം. ആ സോയാ സോസിന്റെ ഒക്കെ രുചി നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. സംഭവം പൊടിച്ചു. സംഭവം കിടില കേട്ടോ. ചൂടായതുകൊണ്ട് ഇച്ചിരി പ്രശ്നമായി പോയി. ചിന്തിക്കാനായിട്ട് സമയം വേണം. കറക്റ്റ് നമ്മുടെ എന്താ പറയുന്ന ഉപ്പ്, എരി, മറ്റേ സോസിന്റെ ഒക്കെ സംഭവങ്ങളെല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ഡിഷിന്റെ കൂടെ വേണേലും, ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ചോറിന്റെ കൂടെ അത്ര പറ്റത്തില്ല. ചെറിയ ഈ ചൈനീസ് ഫ്ലേവർ ആയതുകൊണ്ട് ചോറിനോട് പറ്റത്തില്ല. ഫ്രൈഡ് റൈസ് ആണെങ്കിൽ പക്കയാണ്.
ചപ്പാത്തിയോ പൊറോട്ടയോ പൂരി അങ്ങനെയുള്ള എന്ത് സാധനത്തിനിടാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിമിഷ സമയം കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. താമസമുണ്ട്. കാര്യം വെച്ചാല് ഈ കോളിഫ്ലവർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് കുറച്ച് ഈ അവനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നവര് മാത്രമേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു റെസിപ്പിയാണ്. റെസ്റ്റോറന്റിലൊന്നും പോവാതെ തന്നെ ചൈനീസ് എഫക്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കാര്യം ചൈനീസ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകളും കാര്യങ്ങളും ഇതെല്ലാം ചേർക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ധൈര്യമായിട്ട് കഴിക്കാം. നമ്മുടെ കുഞ്ഞു പിള്ളേർക്കെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതിനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഒന്ന് നമ്മുടെ താഴത്ത് കമന്റ് ബോക്സിൽ അപ്പൊ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചോ. അപ്പൊ നമുക്ക് അടുത്ത ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ നാളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.